നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അടുത്ത രാഷ്ട്രീയ പാരഡി ഗാനം പണിപ്പുരയിലാണെന്ന് വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ള. പിണറായി സർക്കാരിനെതിരെയുള്ള സത്യസന്ധമായ വിലയിരുത്തലാണ് വരികളെന്നും അദ്ദേഹം ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം തനിക്കെതിരെ പോലീസ് കേസ് വന്നപ്പോൾ കേസ് നടത്താൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗമായ പ്രവാസി ഉദയവർമ്മയെ അദ്ദേഹം ദുബായിൽ നേരിട്ടെത്തി നന്ദി അറിയിച്ചു. ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ടുമാറിനൊപ്പം GP കുഞ്ഞബ്ദുള്ള ചേരുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ ലോകത്ത് തരംഗം സൃഷ്ടിച്ച എഴുത്തുകാരൻ, ഗാനരചയിതാവ്, പ്രവാസി, ഖത്തറിലെ മലയാളി GP കുഞ്ഞബ്ദുള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും ഒടുവിൽ CPMന്റെ വിലയിരുത്തൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം ഈ പാരഡി ഗാനം കൂടിയാണെന്നാണ് CPM വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, ജയ്ഹിന്ദ് ടിവിയിലേക്ക് സ്വാഗതം. സന്തോഷം. അത് അവർക്കിപ്പോൾ ഈ ഭരണം അവസാനിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയം അവർക്കുണ്ടാകുന്നത് കോൺഗ്രസ് പോലെയല്ല. അവരുടെ പാർട്ടി അവരെവിടുന്നെങ്കിലും ഭരണത്തിൽ നിന്ന് പോകുന്നതോടുകൂടി അവർ ഇല്ലാണ്ടാവണം. അതിൻ്റെ ദൃഷ്ടാന്താണ് പശ്ചിമ ബംഗാളും ത്രിപുരയും. കോൺഗ്രസിന് ആ ഒരു ഭയമില്ല. ആ ഭയത്തിന് അവരാദ്യം സമരം ചെയ്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ അധികം നാളുകളില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗംഭീരമായ പാട്ട് അങ്ങയുടെ പണിപ്പുര ഒരുങ്ങുകയാണെന്ന് അറിയുന്നത്. ഞാൻ 35 വർഷമായിട്ട് UDFന് വേണ്ടി പാട്ട് എഴുതാറുണ്ട്. അതൊന്നും ആരും ആവശ്യപ്പെട്ടില്ല. എൻ്റെ ഒരു സംഭാവന, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും പാട്ട് സംഭാവന ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അത് ചെയ്തു. അതിൻ്റെതായ ഒരു നമ്മളുടെ സാഹചര്യവും വസ്തുതകളിലും വെച്ചിട്ടായിരിക്കണം. വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കലല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വെറും ആരോപണം ഉന്നയിക്കൽ മാത്രമേ. സത്യസന്ധമായൊരു വിലയിരുത്തൽ ഒരാൾ വരുമ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടോ നോക്കി അങ്ങനത്തെ ഒരു എഴുത്തിനാണ്. അതിലിടയ്ക്ക് 2-3 പാട്ട് വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാണെങ്കിൽ ഇതിൻ്റെ രണ്ടാം ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രധാനമായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്യുക? ഇപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നൊരു സ്ഥിതിവിശേഷം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആപത്താണ്. അക്കാര്യം ഊന്നിപ്പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 45 വർഷമായിട്ട് പ്രവാസിയാണ് ഖത്തറിൽ. 35 വർഷത്തോളമായി പാട്ട് എഴുതുന്നു. എത്ര പാട്ട് എഴുതി? 600-ൽ പരം പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ സംഗീതമുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ FIR വന്നപ്പോൾ അങ്ങ് ഉപയോഗിച്ച ഒരു കേസിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മതവിശ്വാസത്തെ, മതവികാരത്തെ വ്രണപ്പെടുത്തിയ വാക്കുകളെന്നാണ്. അങ്ങയുടെ എഴുത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിദ്ധിച്ചിരുന്നോ? അതോ മനഃപൂർവ്വമായി ഇത് മതവികാരത്തെയാണോ അതോ CPM വികാരത്തെയാണോ വ്രണപ്പെടുത്തിയത്? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ അവരുടെ ഒരു ആരാധനാലയം കൊള്ള ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് മുറിവേൽക്കും. അതിന് ശക്തമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും അതിന് ഞാനത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അല്ലാണ്ട് അത് വേറെ ആരെങ്കിലും വ്രണപ്പെടുത്താനോ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം, അതിലെ വലിയൊരു സമൂഹം, അവർ കേൾക്കുന്ന മുറിവ് അത് നമ്മളെ മനസ്സിൽ കൂടി ഏൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് വിവാദം വന്നപ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ വിളിച്ച് സപ്പോർട്ട് ചെയ്തത് ദുബായിൽ നിന്നുള്ള പന്തളം കൊട്ടാരത്തിലെ അംഗമാണ് ഉദയവർമ്മ തമ്പുരാൻ. അവരുടെ ആ കോളും അദ്ദേഹത്തെ അങ്ങ് നേരിൽ കണ്ടിരിക്കുകയാണ് ദുബായിൽ വെച്ചിട്ട്. ആ ഒരു മുഹൂർത്തത്തെ പറ്റി ഒന്ന് പറയാം. എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് വർമ്മജിയാണ്. വർമ്മജിയോട് വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ആക്കാൻ ഒരു ശ്രമമുണ്ട്, കേസ് കൊടുക്കാൻ ശ്രമമുണ്ട്, അതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് മാത്രം എവിടെ പോകുന്നു തീരുമാനിച്ചിട്ടുള്ളൂ. എനിക്കൊരു 2 വരി ഗാനം ഒന്ന് പാടാമോ? ഈ ഏറ്റവും ഹിറ്റായ പാട്ടിൻ്റെ ഒരു 4 വരിയെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പാടാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എഴുതുന്നതൊക്കെ കറക്റ്റായിരിക്കും, പാടാൻ എനിക്ക് കഴിയാറില്ല. പക്ഷെ നിങ്ങൾ ആവശ്യം ആ പാട്ട് പറയാം. ശരി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണ്ണപ്പാളികൾ മാറ്റിയെ ശാസ്താവിന്ദന മൂറ്റിയെ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂർത്തിയേ, സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പായി ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ഭാഷയിലുള്ള പാട്ടുകൾ പണിപ്പുരയിലാണ്. ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel.
Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1000 countdown.